അഞ്ചൽ പഞ്ചായത്ത് നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര സ്ഥാപിക്കുവാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി അഞ്ചൽ പഞ്ചായത്ത് സമിതി ടാർപ്പ കൊണ്ട് മേൽക്കൂര കെട്ടി പ്രതിഷേധിച്ചു. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മേൽക്കൂര സ്ഥാപിക്കാത്തതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. അഞ്ചൽ ആറോ ജംഗ്ഷനിലെ പഞ്ചായത്ത് വാണിജ്യ സമുച്ചയം പൊളിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതാവുകയായിരുന്നു. നമ്മുടെ ഈ അഞ്ചൽ പഞ്ചായത്തിൽ വളരെ കണ്ണായ സ്ഥലത്ത് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് അതിനകത്ത് ഒരു വെയിറ്റ് ഷെഡ് ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ വന്നു പോകുന്നൊരു പ്രദേശമാണ് അഞ്ചൽ. ആ വെയിറ്റ് ഷെഡ്, അതായത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റുന്നതോടെ വെയിറ്റ് ഷെഡ് മാറിയിരുന്നു. പക്ഷെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് നമുക്കൊരു വെയിറ്റ് ഷെഡ് ഉണ്ടാകണമെന്ന് BJPയുടെ ആവശ്യം, ഞങ്ങളത് രേഖാമൂലം നമ്മൾ ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ ആ ആവശ്യം ഉന്നയിച്ചിട്ടും ഇത്രയും നാളുമായിട്ട് നമുക്കറിയാം, ഈ സ്ട്രക്ചർ അല്ലാതെ സ്വാഭാവികമായിട്ട് നമ്മളിത് കെട്ടിക്കഴിയുമ്പോൾ ആദ്യമേ മേൽക്കൂരയാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് വന്നിട്ട് തറ ഇടുന്നത്. പക്ഷേ ഇന്ന് അതിനെല്ലാം തലതിരിഞ്ഞുള്ള പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ സ്വഭാവം പോലെയാണ്, തലതിരിഞ്ഞാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് മേൽക്കൂര, ആ മേൽക്കൂര കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ തറയിടേണ്ടത്. പക്ഷേ ഇവിടെ മേൽക്കൂര ഇതുവരെ കെട്ടിയില്ല, പകരം തറയിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തല തിരിഞ്ഞ നയമാണ് ഈ പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന അഞ്ചൽ പഞ്ചായത്തിലെ അധികാരികൾ ചെയ്യുന്നത്. ഇതിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളുണ്ട്, വ്യാപകമായിട്ടുള്ള അഴിമതികളുണ്ട്. ഈ അഴിമതികൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇത്രയും നാളുമായിട്ട് ഈ മേൽക്കൂരയ്ക്ക് ഇടാൻ അവർക്ക് അത്ര താമസം എന്തുമായിരുന്നു? ഒരു 6-7 ഷീറ്റ് എടുത്ത് ഇടുന്നതിന് ഇത് ആരോട് പറയണോ ഇനി ഇത്? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായിട്ട്, അതായത് ജനങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു ഭരണമാണ് ഇന്ന് അഞ്ചൽ പഞ്ചായത്തിൽ ഭരിക്കുന്നത്. അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഇവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കിത്താ. ജനങ്ങളിവിടെ പല ആശുപത്രിയിൽ പോകുന്നവരുണ്ട്, സ്കൂളുകളിൽ പോകുന്നവരുണ്ട്, കോളേജുകളിൽ പോകുന്നവരുണ്ട്, എല്ലാം കൊച്ചുകുട്ടികളാണ്. ഇപ്പോൾ ആ കുട്ടികൾ വന്നിട്ട് എവിടെ കയറി നിൽക്കും? ഈ കട ഇപ്പോൾ അങ്ങോട്ട് നോക്കൂ, നമ്മളീ പറയുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രതീകാത്മകമായിട്ടാണ് ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മേൽക്കൂര ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇതിൽ നടന്ന ആ അഴിമതി ഞങ്ങളിത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ പ്രതിഷേധമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും. പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉമേഷ് ബാബു, വടമൺ ബിച്ചു, രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി, ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷോവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ്, അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.